വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞങ്ങള് കാറിലാണ് നമ്മള് ഇന്ന് വയനാട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാനും അതുപോലെ നമ്മുടെ ചേച്ചിയും ഹസ്ബൻഡും രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ചെറിയൊരു ഫാമിലിയുടെ ഒരു വലിയൊരു ടൂറാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. തിരുവനന്തപുരത്ത് നമ്മൾ നേരെ വയനാട്ടിനാണ് പോകുന്നത്. 2 ദിവസത്തെ ടൂറാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ സഫാരി ഹിൽസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പൊ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മള് ഇത്രയും പേരാണ് നമ്മുടെ വയനാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ചേച്ചി, ചേട്ടൻ, പിള്ളേര്. അപ്പൊ നമ്മള് എല്ലാവരും കൂടെ നമ്മുടെ വാഗനർ കാറിലാണ് നമ്മള് വയനാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ. അങ്ങനെ ദേശീയപാത 66 അതിവേഗം നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പുതിയ റോഡാണ്. നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള റോഡ്. വണ്ടികളും കാര്യങ്ങളും സിഗ്നലും ക്യാമറയും ഒരു സാധനവും ഇല്ലാത്ത അടിപൊളി റോഡ്. അതിലൂടെ നമ്മളിങ്ങനെ ആരുമില്ലാതെ നല്ല സ്പീഡിൽ നമ്മൾ പോവുകയാണ്. മറ്റ് തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ലാതെ സഞ്ചാരം വളരെ സ്മൂത്തായ രീതിയിൽ പോവുകയാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന റോഡൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ 2 മാസം മുമ്പേ നമ്മൾ പോയതാണ്. ഇപ്പോൾ ഈ റോഡൊക്കെ പലയിടത്തും ഇടിഞ്ഞും ഒക്കെ വിണ്ട് കീറിയൊക്കെ തകർന്ന് കിടക്കുകയാണ്. ഏതായാലും നമ്മൾ അന്ന് ഒരു 2 മാസം മുന്നേ പോയതുകൊണ്ട് നമുക്ക് ഈ റോഡിൽ കൂടെ നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് വയനാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു കുറച്ച് ദൂരമെങ്കിലും നമുക്ക് കോഴിക്കോട് വരെയെങ്കിലും നമുക്ക് നല്ല രീതിയിലൊക്കെ സഞ്ചരിക്കാൻ ഒക്കെ കഴിഞ്ഞു. എന്തായാലും നല്ലൊരു യാത്രയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളിത് മസാല ദോശയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. മസാല ദോശ, അതിൻ്റെ ഒരു 3 ടൈപ്പ് ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 കൂട്ടം ചമ്മന്തിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ മസാല ദോശ കഴിച്ചു. മസാല ദോശയുടെ കൂടെ നമുക്ക് ഉഴുന്നോടെയുണ്ട്. അപ്പോൾ ഉഴുന്നോടെയും നമ്മുടെ കാപ്പിയും അങ്ങനെ അവിടെ വീണ്ടും നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. നമ്മളപ്പോൾ യാത്ര തുടർന്ന് നമ്മളിപ്പോൾ ചമ്രവട്ടം RCBയിൽ എത്തിയിരിക്കുകയാണ്. ഈ പാലത്തിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു വശത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 2 മണിയോടുകൂടി നമ്മുടെ സഫാരി ഹിൽസിൽ നമ്മുടെ റിസോർട്ടിൽ നമുക്ക് എത്തിച്ചേരണം. അവിടെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിയാണ്. അപ്പോൾ അങ്ങോട്ട് ഉള്ള യാത്രയാണ്. ഏകദേശം ഇപ്പം ഉച്ച സമയം ആകാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ വയനാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. വയനാട് എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട് കറക്റ്റായിട്ട് നമ്മൾ ചെല്ലേണ്ടത് വൈത്തിരിയിലാണ്. അപ്പോൾ വൈത്തിരിയിലാണ് എല്ലാം നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതലുള്ളത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് 36 കിലോമീറ്റർ, മലപ്പുറം 16 കിലോമീറ്റർ, അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറി. ഞാൻ ഊണാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഊണും അതിൻ്റെ കുറേ കറികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കറികളും കാര്യങ്ങളും അതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി മീൻ വറുത്തതും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം കഴിച്ചത് ഊണല്ല, ബിരിയാണിയാണ്. എല്ലാവരും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ഊണാണ്. കാരണം നമ്മൾ ഇത്രയും ലോങ് ഡ്രൈവൊക്കെ ചെയ്ത് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഓടിക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഈ യാത്രയിൽ നമ്മൾ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഉറക്കമൊക്കെ വരും. 1150 കിലോമീറ്റർ. അടുത്ത വളവ്, 3ാമത്തെ വളവ്. അയ്യോ, അബു സലീമ ഓടിച്ചോട്ട് പോയെ. അബു സലീം അത് അബു സലീമാണ്. ആ ബ്ലാക്ക് ഞാൻ പേടിച്ചു. ഞാൻ കാണാൻ കാര്യം അയാൾ ഇപ്പുറത്തൂടെ എടുത്തത്. നമ്മൾ പോകേണ്ട വഴി കൂടെ കണ്ടില്ലേ മറ്റേ വില്ലനായിട്ടൊക്കെ. സിനിമാടനില്ല പോലീസായിട്ടൊക്കെ. പോലീസിന് ശരിക്കും ഒറിജിനൽ പോലീസുകാരനില്ലേ ഭീമന്റെ കൂട്ടുകൂട്ട്.
അങ്ങനെ ഹെയർപിൻ വളവുകളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ അടിക്കുകയാണ്. നമ്മൾ വരുമ്പം നമ്മൾ അടിച്ചതാണ്. അപ്പോൾ നയാര പമ്പിൽ കയറിയാണ് നമ്മൾ പെട്രോളൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങനെ ആയിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ 3000 രൂപയ്ക്ക് അടിക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് 3 രൂപ വെച്ച് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3000 കറക്റ്റ് 3000 വരെ അടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പെട്രോളൊക്കെ അടിച്ച് നമ്മളുടെ സ്ഥലത്ത് വൈത്തിരിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് താമസിക്കാനുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ. ഒരുമാതിരിപ്പെട്ട റിസോർട്ടും കാര്യങ്ങളെല്ലാം വൈത്തിരിയിലാണ്. നമ്മൾ വയനാട് കാണാൻ വരുന്നവർ ആദ്യം നമ്മുടെ വൈത്തിരിയിൽ തന്നെയാണ് വന്നിറങ്ങേണ്ടത്. കണ്ട് സഫാരി ഹിൽസ് വൈത്തിരി. ഈ വൈത്തിരിയിൽ ഇവിടെ നമുക്ക് ചുറ്റുപാട് മൊത്തം ഇഷ്ടം പോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെയാണ് ഇവിടെ അടുത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ യാത്ര ചെയ്തെങ്കിൽ നമുക്ക് മുത്തങ്ങയിലും അതുപോലുള്ളിടത്തൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം കാണണമെങ്കിൽ കറക്റ്റ് നമ്മൾ വൈത്തിരി വന്നാൽ മതി. വൈത്തിരി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമുക്ക് തൊട്ടടുത്തുകളിൽ പോയി കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സഫാരി ഹിൽസ് വൈത്തിരി നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. അവിടുത്തെ ചേട്ടനൊക്കെ സല്യൂട്ടൊക്കെ ചെയ്ത് നമ്മൾ വൈത്തിരിയിലെ നമ്മുടെ സഫാരി ഹിൽസിൻ്റെ റിസപ്ഷനിലേക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി കയറി പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ വേറെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മളങ്ങനെ സഫാരി ഹിൽസിൻ്റെ റിസപ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഒരു എന്താ പറയുക വൈഡായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു റിസപ്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് വന്നു പറഞ്ഞാൽ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനി ഇവിടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, താമസം കാര്യങ്ങൾ, ഫുഡ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഇവർ വന്ന് പറഞ്ഞു തരുന്നതാണ്. 7 to 10 o'clock വരെ വരുന്നുണ്ട്. 7 to 10 അല്ലേ? നിങ്ങളുടെ പ്ലാനിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് 8:30 to 10 o'clock ആയിരിക്കും. ഓക്കെ, 8 to 10. ഓക്കെ, ലഞ്ച് 1 to 3. ലഞ്ചിൻ്റെ നമുക്ക് ആവശ്യം വരുന്നില്ല നോർമലി. നാളത്തേക്ക് ആണെങ്കിൽ ഫോൺ ചെയ്യുന്ന നമ്പർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പേഴ്സ് വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം റെസ്റ്റോറൻറ്റിൽ നിന്ന് കോൺടാക്ട് ചെയ്ത ടൈമിൽ പറഞ്ഞാൽ മതി. ഔട്ട്സൈഡ് ഫുഡ് നമുക്ക് അലൗഡ് അല്ല. ചെക്ക് ഔട്ട് 11 o'clock ആണ്. നിങ്ങൾ 2 days അല്ലേ? 2 days. ഓക്കെ. നിങ്ങൾ കറക്റ്റ് 3 adults 2 kids ആണ്. 3 adults 2 kids. അങ്ങനെ നമ്മൾ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. നീണ്ട ഒരു യാത്രയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും അങ്ങനെ നമ്മൾ കാർ ഓടിച്ച് വയനാട്ടിലെത്തി. വയനാട്ടിലെ നമ്മള് സഫാരി ഹിൽസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 റൂമും കാര്യങ്ങളും ഹാളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളും ഇവിടുത്തെ റെന്റും കാര്യങ്ങളും ഇവിടുത്തെ നമ്മുടെ അന്തരീക്ഷവും എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് ആയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് നേരെ വീടിനകത്തോട്ട് കയറാം. ഓക്കെ, അങ്ങനെ നമ്മളെ റൂമിലൊക്കെ എത്തി. ഇതാണ് നമ്മുടെ റൂം. നമുക്ക് ഈ ഒരു റിസോർട്ടിൽ 2 റൂമാണുള്ളത്. അപ്പം ഈ ഒരു റൂം ഞാനിങ്ങെടുത്തു. അപ്പോൾ നമ്മുടെ റൂമും ബെഡും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയാണ്, സൂപ്പറാണ്. ഒരു ചെറിയ ബോക്സും കുപ്പിയും കാര്യങ്ങളും. അതുപോലെ നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അടിപൊളിയാണ്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ലൊരു സെറ്റപ്പിലാണ് ഇവിടെയുള്ള ഈ ഒരു ചെറിയ കബോർഡും കാര്യങ്ങളും. അത് കഴിഞ്ഞ് നമ്മുടെ ബാത്റൂം നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ നമുക്കുണ്ട്. അതുപോലെ ടർക്കി കാര്യങ്ങൾ 1 2 ഒന്നല്ല 4 ടർക്കി കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്കിവിടെ ഷാമ്പൂ, സോപ്പുണ്ട്. അതുപോലെ നമുക്ക് പല്ലിയേക്കാളുള്ള ബ്രഷ്, അതിൻ്റെ പേസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെറ്റാണ്. നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ റൂമിലേക്ക് വന്ന് നമുക്ക് റൂം മാറി കട്ടൻ ഒന്ന് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുറത്തേക്കുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചയും കാര്യങ്ങളും നമുക്കിവിടെ ഈ ഗ്ലാസ്സിലൂടെ കാണാം. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡോറുകളാണ്. അത് തുറന്ന് നമുക്ക് പുറത്തിറങ്ങി അവിടെ വരാന്തയിൽ നിന്ന് നമുക്കവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ രാത്രിയിൽ നമ്മൾ ഇവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് ഗെയിം കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ താമസിക്കുന്നതിൻ്റെ തൊട്ട് മേളിൽ തന്നെ നമുക്കിവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, അവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട് ആ കാണുന്ന നമ്മുടെ റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ബിൽഡിങ്, നമ്മൾ ആദ്യം വന്ന് കയറിയ ആ ബിൽഡിങ്ങിൻ്റെ താഴെയാണ്, റിസപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇവിടെ ക്യാരംസ് മറ്റ് ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴത്തെ ഉള്ള ഒരു ഫ്ലോറിലാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് അവിടുന്ന് ഞാൻ കഴിച്ചില്ല. നമുക്ക് അവിടെ നിന്നുള്ള ഫുഡ് എന്ന് പറയുന്നത് മോർണിംഗ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമുക്ക് അവിടുന്ന് ഇതിൻ്റെ കൂടെ നമ്മുടെ കൂടെ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ നൈറ്റ് ഉണ്ടെങ്കിൽ നൈറ്റ് നമ്മൾ നേരത്തെ പറയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറയാനൊന്നും നിന്നില്ല. നമ്മൾ പുറത്ത് അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ വൈത്തിരി ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ കയറി കുഴിമന്തി ഫുൾ ഓർഡർ ചെയ്ത് നമ്മൾ ഈ 5 പേരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളുള്ള ഒരു ഹോട്ടലായിരുന്നു. എന്തായാലും നമ്മൾ താമസിക്കുന്നതിന് തൊട്ട് ഒരു കിലോമീറ്ററും കൂടെ പുറത്ത് നമ്മൾ ടൗണിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് കാണാം. നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഞങ്ങൾ 2 ദിവസവും കഴിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇന്ന് രാത്രി സ്വസ്ഥമായി നമ്മൾ കിടന്നുറങ്ങി. നാളെ രാവിലെ പുതിയ ഒരു യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. മുത്തങ്ങയായിട്ട് ഫോറസ്റ്റ് കാണാനാണ് പോകുന്നത്. അടുത്ത എപ്പിസോഡുകൾ മൊത്തം വയനാട് കാര്യങ്ങളൊക്കെയാണ്.